ഇന്നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ഇടുക്കി ഗ്രാമ്പയിൽ ഇറങ്ങിയ കടുവയെ മയക്കുവെടിവെച്ചു. വെടിവെച്ചത് അരണക്കലിലെ തേയിലത്തോട്ടത്തിൽ വെച്ച്. അവശനിലയിലുള്ള കടുവയെ തേക്കടിയിലെത്തിച്ച് ചികിത്സ നൽകും. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. കമ്മീഷന് സാധുതയില്ലെന്ന് കോടതി. വഖഫ് ഭൂമിയിൽ തീരുമാനം എടുക്കേണ്ടത് വഖഫ് ബോർഡെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ്. വിധി വഖഫ് സംരക്ഷണ വേദി സമർപ്പിച്ച ഹർജിയിൽ. പ്രതിഷേധം കടുപ്പിച്ച ആശാ വർക്കർമാർ. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ഉപരോധം. പ്രധാന കവാടങ്ങളും സെക്രട്ടേറിയറ്റിനു മുന്നിലെ റോഡും ഉപരോധിച്ച് സമരം. സെക്രട്ടേറിയറ്റ് പരിസരത്ത് കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. പാതിവില തട്ടിപ്പ് കേസിൽ 1343 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണം മികച്ച രീതിയിലെന്നും മുഖ്യപ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി. കോഴിക്കോട് കോവൂരിൽ ഓടയിൽ വീണ ശശിയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കണ്ടെത്തിയത് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 300 മീറ്റർ അകലെ. കോവൂർ സ്വദേശി ശശി ഓടയിൽ വീണത് ഇന്നലെ രാത്രി. അധികൃതർ വരുത്തിവെച്ച അപകടമെന്ന് നാട്ടുകാർ. ഓടയ്ക്ക് സ്ലാബുകളോ കൈവരിയോ ഇല്ല. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കഞ്ചാവ് വാങ്ങാൻ മുഖ്യപ്രതി അനുരാജ് ഗൂഗിൾ പേ വഴി നൽകിയത് 16,000 രൂപ. ഹോസ്റ്റലിൽ കഞ്ചാവ് വിപണനം തുടങ്ങിയിട്ട് 6 മാസമായെന്നും പോലീസ് കണ്ടെത്തൽ. ഇടുക്കിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകന്റെ വീട് കത്തിച്ചതായി പരാതി. വനപാലകർ കത്തിച്ചത് പാൽക്കുളമേട് സ്വദേശി നിജോ പോളിന്റെ വീട്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കാപ്പി, കുരുമുളക് എന്നിവ വിറ്റു. ഉദ്യോഗസ്ഥർ വീട്ടുപകരണങ്ങൾ കടത്തി ആക്രിക്കടയിൽ വിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്ത്. ഇടുക്കി പൂപ്പാറയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ. സർക്കാർ ആശുപത്രിയിൽ നിന്ന് വാക്സിൻ എടുത്തതിലുണ്ടായ വീഴ്ചയാണെന്ന് കുടുംബം. അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് പരാതി നൽകി കുട്ടിയുടെ മാതാവ്. മധ്യ അമേരിക്കയെ താറുമാറാക്കി ചുഴലിക്കാറ്റ്. 7 സംസ്ഥാനങ്ങളിലായി 37 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയെന്ന് നാഷണൽ വെതർ സർവീസ്. അറിയിപ്പ് ലഭിക്കും വരെ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ ജനങ്ങൾക്ക് നിർദ്ദേശം. ചികിത്സയിൽ കഴിയുന്ന മാർപ്പാപ്പയുടെ ചിത്രം ആദ്യമായി പുറത്തുവിട്ട് വത്തിക്കാൻ. ആശുപത്രി ചാപ്പലിൽ വൈദികർക്കൊപ്പം കുർബാനയിൽ പങ്കെടുത്തു. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും വത്തിക്കാൻ.